എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയങ്ക ഹരി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പേഴ്സിൽ റിലേറ്റഡ് ആയിട്ട്, അതായത് ദശാംശ സംഖ്യകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് സ്ഥാനവേലി, മുഖവേലി നമുക്ക് സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്പേഴ്സ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഫ്രാക്ഷൻസ് പഠിക്കാനുണ്ട്. ഫ്രാക്ഷൻസ് നമ്മൾ പഠിച്ചു. ഡെസിമൽ ഫ്രാക്ഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ അത് റിലേറ്റ് ചെയ്ത് പഠിച്ചു. ഇനി എല്ലാത്തിന്റെ തിയറി പഠിക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. ഈ ബേസിക് കാരണം കുറച്ച് കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സ്ഥാനവില എന്നുള്ളത് എന്താന്ന് നോക്കാം. ഒരു സംഖ്യയിലെ അക്കത്തിന് അത് നിലകൊള്ളുന്ന സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന മൂല്യമാണ് സ്ഥാനവില. അതായത് നോക്കിക്കേ, എന്തൊക്കെയാ സ്ഥാനങ്ങള്? ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം, കോടി, അങ്ങനെ പോകുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ 458 എന്ന സംഖ്യയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ഥാനത്തിനനുസരിച്ചാണ് സംഖ്യയുടെ വില എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? ഒറ്റ എന്ന് പറയുന്ന സ്ഥാനം. ഓക്കെ. 5 എന്ന് പറയുന്നതാണ് 10ാം സ്ഥാനത്തിലുള്ളത്. 4 എന്നുള്ളത് ഏത് സ്ഥാനത്തിലുള്ളതാണ്? 100ാം സ്ഥാനത്തിലുള്ള സംഖ്യയാണ്. ഇനി അടുത്തത് 458 എന്ന സംഖ്യയില് 4 നൂറുകളുടെ സ്ഥാനം. സ്ഥാന മൂല്യം എന്താവും? 400 എന്ന് പറയുമ്പോൾ 400 ആയി. ഇനി 5 പത്തുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥാനമൂല്യം? 50 ആയി. ഇനി 8 ഒറ്റയുടെ സ്ഥാനത്താണ്. അപ്പൊ അതെന്തായി? സ്ഥാനമൂല്യം 8 ആയി. അതാണ് സ്ഥാനവില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിലകൊള്ളുന്ന സ്ഥാനത്തിന് നമ്മൾ പറയില്ലേ ഡെസിഗ്നേഷൻ എന്നൊക്കെ പറയില്ലേ, ഒരാളുടെ ഡെസിഗ്നേഷൻ. ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാല് ഇന്ന ആളാണ് ഹെഡ് മാസ്റ്റർ എന്നല്ല, ഹെഡ് മാസ്റ്റർ ഇന്ന ആളാണെന്നാ പറയാം. കാരണം ഹെഡ് മാസ്റ്റർ എന്നുള്ള പോസ്റ്റ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? മുഖവില അഥവാ ഫേസ് വാല്യൂ. മറ്റേത് പ്ലേസ് വാല്യൂ ആണ്, ഇത് ഫേസ് വാല്യൂ ആണ്, മുഖവിലയാണ്. ഈ ഒരു സംഖ്യയിലെ അക്കത്തിന് സ്വന്തം മൂല്യം തന്നെയാണ് മുഖവില. ഓക്കെ. നമ്മളുടെ മുഖം, നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് എന്താണോ അതാണ് മുഖവില എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഒരു സംഖ്യയിലെ അക്കത്തിന് സ്വന്തം മൂല്യം തന്നെയാണ് മുഖവില എന്ന് പറയുന്നത്. അപ്പൊ 458 എന്ന സംഖ്യയിൽ 4 മുഖമൂല്യം 4 തന്നെയാണ്. 5 എന്നുള്ളത് 5 തന്നെയാണ്. 8 എന്നുള്ളത് 8 തന്നെയാണ്. അപ്പൊ ഒരു അക്കത്തിന്റെ മുഖമൂല്യം എപ്പോഴും ആ അക്കം തന്നെയാണ്. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഇനി ദശാംശ രൂപത്തിൽ പൂർണ്ണസംഖ്യയെയും ഭിന്നത്തിനെയും വേർതിരിച്ചു കാണിക്കാനാണ് അവയ്ക്കിടയിൽ ഒരു കുത്തിടുന്നത്. ഇപ്പം 21.05 എന്ന് എഴുതി. അപ്പൊ ഇതില് 21 എന്ന് പറയുന്ന പൂർണ്ണസംഖ്യയും ഇത് 0.05 എന്നത് ഭിന്നമാണ്. 0.05 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 5നെ 100 കൊണ്ട് ഹരിക്കുക എന്നതാണ്. ഇതിന്റെ ഇടത്തോട്ടുള്ള അക്കങ്ങൾ 1ന്റെയും 10ന്റെയും 100ന്റെയും ഒക്കെ ഗുണിതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇടത്തോട്ടുള്ളത്. വലത്തോട്ടുള്ള അക്കങ്ങൾ എങ്ങനെയായിരിക്കും? 10ൽ 1ന്റെയും 100ൽ 1ന്റെയും 1000ൽ 1ന്റെയും ഒക്കെ ഗുണിതങ്ങളായിരിക്കും. അപ്പൊ എങ്ങനെയെന്ന് വെച്ചാൽ നോക്കിക്കേ, 247.3 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 247 ആണ് പൂർണ്ണസംഖ്യാ ഭാഗത്ത് വരുന്നത്. 0.3 എന്നുള്ള ദശാംശ സംഖ്യാ ഭാഗമാണ്. ഇപ്പൊ 2 കിടക്കുന്ന സ്ഥാനവില 100ന്റെയും 4 കിടക്കുന്ന സ്ഥാനവില 10ന്റെയും 7 കിടക്കുന്ന സ്ഥാനവില 1ന്റെയും ആണ്. അപ്പൊ 3 എന്ന് പറയുന്നത് 1/10ന്റെ ഭാഗത്താ കിടക്കുന്നത്. ഇവിടെ ഒന്നുമില്ല, 0 ആണ്. അതുകൊണ്ട് തന്നെ 247.3 0 എന്നിട്ടാലും തെറ്റില്ല. കാരണം പോയിന്റ് കഴിഞ്ഞ് എഴുതുന്ന 0ത്തിന് മൂല്യമില്ല, വിലയില്ല. 247.39 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഗുണം 100 ആണ്, പ്ലസ് 4 ഗുണം 10 ആണ്, പ്ലസ് 7 ഗുണം 1 ആണ്, പക്ഷെ പ്ലസ് 3 ഇൻറ്റു 1/10 ആണ്, പ്ലസ് 9 ഗുണം 1/100 ആണ്. ഇതാണ് ആക്ച്വലി ഇതിന്റെ സ്ഥാനവില അനുസരിച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കൂ, 4 മീറ്റർ 30 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനെ ഭിന്ന രൂപത്തില് 4 30/3 100 മീറ്റർ എന്ന് എഴുതാം. അതിനെ നമുക്ക് 4.3 മീറ്റർ എന്ന് എഴുതാം. അപ്പൊ 4 മീറ്റർ 3 സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ എന്ന് എഴുതും? 4 3/10 എഴുതും. അപ്പൊ 4 എങ്ങനെ എഴുതാം? 4.3 എന്ന് തന്നെയാണ് അല്ലെ? 3/10 എന്ന് പറയുമ്പോൾ 0.3 തന്നെയാണ്. 4 3 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ ഇവിടെ 3/100 വരും കേട്ടോ. അപ്പൊ 0.03 വരും. 4.03 വരും. 3 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ അല്ലേ?
അപ്പൊ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1/10 സെന്റിമീറ്റർ ആണ്. 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അല്ലേ? അപ്പൊ നോക്കിക്കേ, 1 മില്ലിമീറ്റർ 1/10 സെന്റിമീറ്റർ ആണെങ്കിൽ 100 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര മില്ലിമീറ്റർ ആയിരിക്കും? എത്രയായിരിക്കും? അപ്പോൾ 10 മില്ലിമീറ്റർ 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ 100 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 4 മീറ്റർ 3 മില്ലിമീറ്റർ എത്രയാണ്? അങ്ങനെയുള്ളതൊക്കെ എഴുതാൻ സാധിക്കും. അപ്പൊ ഇത് നിങ്ങൾ തനിയെ ഒന്ന് ഫില്ല് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ 4 മീറ്റർ 3 മില്ലിമീറ്റർ ആണ്. അപ്പൊ അതിനെ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 100 സെന്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ആണ്? 1000 മില്ലിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്റർ ആണ്. അപ്പൊ 3/1000 മീറ്റർ വരും. അതായത് 4.003 മീറ്റർ വരും. ഇതേപോലെ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാൻ പറ്റും. ഇവിടെ എന്ത് വരും? 3 2/1000. കാരണം 1000 കിലോഗ്രാം ആണ്. ഓക്കെ, സോറി, 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. ആ കോൺസെപ്റ്റിൽ നിങ്ങൾ ഈ ഒരു ടേബിൾ ഫിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നോക്കിക്കേ, ഇത് പഠിച്ചു വെക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നോക്കുക കേട്ടോ. എന്താണ് 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണ്. 100 കിലോഗ്രാം ആണ് 1 ക്വിന്റൽ. 1000 കിലോഗ്രാം ആണ് 1 ടണ്ണ്. 10 ക്വിന്റലും 1 ടണ്ണാണ്. അപ്പൊ 1 ടൺ എന്ന് പറഞ്ഞത് രണ്ടും 1 ടണ്ണാണ്. 1000 കിലോഗ്രാം 10 ക്വിന്റലും. 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് എക്സാമിന് വന്ന ചോദ്യങ്ങൾ നോക്കാം. എങ്ങനെയാണ് ഇത് എക്സാമിന് ചോദിക്കുന്നതെന്ന് അറിയണ്ടേ? നോക്കിക്കോളൂ, വളരെ എളുപ്പത്തിലാണ് ചോദിക്കുന്നത്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പഞ്ചായത്തിലെ 2 വാർഡുകളിൽ നിന്നുമായി ലഭിച്ച നെല്ലിന്റെ അളവുകളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. വാർഡ് 1, 1-ാം വാർഡ്, വാർഡ് 1, വാർഡ് 2. വാർഡ് 1-ല് 1.5 ടണ്ണാണ്. 1.5 ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ടൺ പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്, പ്ലസ് അര ടൺ. അപ്പൊ എത്രയാണ്? 500 കിലോഗ്രാം. അതായത് 1500 കിലോഗ്രാം ആണ് വരുന്നത്. വാർഡ് 2 എന്ന് പറഞ്ഞാൽ 2870 കിലോഗ്രാം ആണ്. അപ്പൊ ടോട്ടൽ എത്ര വരും? 1500 2870 കൂടി കൂട്ടുക, പ്ലസ് 2870, 4370 കിലോഗ്രാം. അത് ഓപ്ഷൻ ഡി. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ഇത് കാണുന്നുണ്ട്, അത് PYQ ആണ് കേട്ടോ. 8.013 പിരിച്ചെഴുതിയാൽ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പൊ ഇത് പൂർണ്ണസംഖ്യാഭാഗവും ഇത് ദശാംശ സംഖ്യാഭാഗമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ അറിയാം? 8 എന്ന് പറയുന്നത് എങ്ങനെയാ കിടക്കുന്നത്? 8 എവിടെയാ കിടക്കുന്നത്? 8 ഒറ്റയുടെ സ്ഥാനത്താണ് കിടക്കുന്നത് അല്ലെ? പൂർണ്ണസംഖ്യയിലെ ഏറ്റവും അറ്റത്തുള്ളത് ഒറ്റയാണ്. 1 പ്ലസ് 0 എന്ന് പറയുന്നത് എത്രയാണ്? 1/1000, 1000-ൽ 1 ആണ്. പ്ലസ് 1 ഇൻറ്റു 1/100 പ്ലസ് 3 ഇൻറ്റു 1/10 അല്ലേ? 1/100, 1/10. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെങ്ങനെ എഴുതാം? 8 പ്ലസ് ഇതൊന്നുമില്ല, സീറോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 1 ഇൻറ്റു 100 കിട്ടിയിട്ടുണ്ടോ നമ്മുടെ? തിരിച്ചെഴുതിപ്പോയി അല്ലേ? ഇവിടെ നമ്മൾ എഴുതിയതല്ലേ? കണ്ടോ, 3 1/10, അവസാനത്തെ 1/10 ആയിട്ടല്ലേ എഴുതിയത്? തെറ്റ്. ശരിയാണ്. അപ്പൊ 1/100 പ്ലസ് 3 ഗുണം 1/10 എന്ന് വരും അല്ലെ? അപ്പൊ ഏതാ വരിക ആൻസർ?
അല്ല ഇത് തെറ്റിയിട്ടുണ്ട്. ഒരു മിനിറ്റ് നമുക്കൊന്നുകൂടെ എഴുതാം. 8.013 ആണ് കേട്ടോ. പിരിച്ചെഴുതുവാണ്. 8 ശരിക്കും പറഞ്ഞാൽ എവിടെ കിടക്കുന്നത്? ഒറ്റയുടെ സ്ഥാനത്താണ് കിടക്കുന്നത്. ഇത് 1/3 തൊട്ട് മുൻപ് 2 സ്ഥാനമല്ലേ? അപ്പൊ 3 എന്ന് പറയുന്നത് 1/1000 കൊണ്ടാണ് അങ്ങോട്ടേക്കാ പോകുന്നത്. ഇവിടെ 0 × 1/10 ആണ്. 1/100 ആണ്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? 8 × 1 പ്ലസ് 0 × 1/10 പ്ലസ് 1 × 1/100 പ്ലസ് 3 × 1/1000. ഇതിൽ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും 0 തന്നെയാണ്. അപ്പൊ വരുന്ന ആൻസർ ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആയല്ലോ? ഞാൻ ആദ്യം എഴുതിയതിന്റെ മിസ്റ്റേക്ക് വന്നു, സോറി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 37,282 സ്ഥാനവിലയനുസരിച്ച് പിരിച്ചെഴുതിയാൽ ശരിയല്ലാത്തത് ഏത്? റോങ് ആയത് ഏത്? ഓക്കെ, ആക്ച്വലി 37,282. അപ്പൊ ഇതിൽ എങ്ങനെയാ വരിക? 37 ആയിരങ്ങളുണ്ട് അല്ലേ? 2 നൂറുകളുണ്ട്, 8 പത്തുകളുണ്ട്, 2 ഒറ്റകളുണ്ട്, അല്ലെങ്കിൽ 2 ഒന്നുകളുണ്ട്. 37,000 ഒരുമിച്ച് എഴുതി. 3 10,000, 7,000 വേണമെങ്കിലും എഴുതാം. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? 3 10,000 എന്നും 7,000 എന്നും വേണമെങ്കിൽ നമുക്ക് എഴുതാം കേട്ടോ. അതിൽ ശരിയല്ലാത്തത് അപ്പൊ 37,282 ഒന്നുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആക്ച്വലി അത് ശരിയാണ്. പിന്നെ 37,282 ഒന്നുകൾ, അതായത് 37,282 ഓരോന്ന് ഒന്ന് 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 അങ്ങനെ 37,282 വട്ടം ആഡ് ചെയ്താൽ ഇത് തന്നെ കിട്ടുക. അപ്പൊ അതും ശരിയാണ്. 3 10,000 ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതും ശരിയാണ്. 37,000 28 നൂറുകളും 2 ഒന്നുകളും ശരിയാവൂ? 28 നൂറുകൾ, 37,000 28 നൂറുകളും ഈ 2 ഒന്നുകളും ചേർന്നാൽ 37,282 ആവോ? ഇല്ല. ഇതാണ് റോങ് ആയിട്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 33,333 എന്ന സംഖ്യയിലെ ഇടത്തെ അറ്റത്തെയും വലത്തെ അറ്റത്തെയും മൂന്നുകളുടെ സ്ഥാനവിലകളുടെ തുക എത്ര? സ്ഥാനവില നമ്മൾ ഓൾറെഡി ആദ്യം പഠിച്ചതാ അല്ലെ? ആദ്യത്തെ 3 ആണ് ഒറ്റ, 10, 100, 1000, 10,000. അപ്പൊ ആദ്യത്തെ 3 എന്ന് പറയുമ്പോൾ 30,000 ആണ്. അവസാനത്തെ 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അതായത് 3 ഒന്നാണ്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് എഴുതും? 30,000 മൈനസ് 3 എന്ന് എഴുതും. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, സ്ഥാനവിലയാണ്. 3 കിടക്കുന്നത് 10,000ത്തിന്റെ, നോക്കിക്കേ, സ്ഥാനവിലകളുടെ തുക എത്രന്നല്ലേ? അപ്പൊ ശരിയാണ്. അപ്പൊ 10,000 എന്നത് അവിടെ കിടക്കുന്നതാണ് അല്ലെ? 10,000ാമത്തെ സ്ഥാനത്താണ് അത് കിടക്കുന്നത്. തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്ലസ് 1 എന്ന് ചെയ്താൽ ഇവ എന്താണ്? ആ സ്ഥാനത്തിന്റെ മാത്രമേ ആവുള്ളൂ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം എടുത്തു നോക്കാം. നമ്മൾ ആദ്യം ചെയ്തത് ഓർമ്മയുണ്ടോ? നോക്കിക്കേ, കണ്ടോ? ഏതാ സ്ഥാനവില? 4 നൂറുകളുടെ സ്ഥാനം എന്ന് പറയുന്നത് 400 ആണ്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? അപ്പൊ സംശയം ഇല്ലാതിരിക്കാനാട്ടോ നമ്മൾ പുറകോട്ട് പോയി നോക്കുന്നത്. അപ്പൊ 2 രീതിയിൽ നിങ്ങൾ ചെയ്യും. ഇതിൽ ഏതാ നിങ്ങൾക്ക് ശരി എന്നാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. ഏതായിരിക്കും? ഇങ്ങനെ ചെയ്താൽ 10,001 വരുന്നു, ഇങ്ങനെ ചെയ്താൽ 30,003 വരുന്നു. ഇതിൽ ഏതായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യുന്നത്? രണ്ടും കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ആൻസർ ഇതാണ്. കാരണം ഈ 3ന്റെ സ്ഥാനവിലയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 30,000 ആണ്. 3 കിടക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ 10,000ത്തിന്റെ സ്ഥാനത്തിലാണെങ്കിലും 3ന്റെ സ്ഥാനവില എത്രയാണ്? 30,000 ആണ്. അപ്പൊ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 30,003 കിട്ടും. അപ്പൊ ഇതെല്ലാം PYQs ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് മാത്സ് പഠിച്ചു പോവാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.